കാര്യങ്ങൾ കറക്റ്റ് ആണ്. പക്ഷെ അതിലെന്തോ ഈ ഞാൻ ഇറങ്ങിയ ശേഷം കുറച്ച് വീഡിയോ കണ്ടു എൻ്റെ വേറെ 2-3 പേര് പറയുന്നത് വ്യക്തിയുടെ പേര് പറയുന്നില്ല. ഒരു ഷാനാസ്കർ അടുത്ത് പറയായിരുന്നു, ഞാനും നീയും, അതായത് ഞാൻ ആ വ്യക്തിയടുത്ത് പറഞ്ഞു എന്ന് നമ്മൾ തമ്മിൽ ഒരു ലവ് കോംബോ പിടിക്കാൻ പോവുകയാണെന്നൊക്കെ. നിനക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ നിന്റെ അങ്ങനെ വന്നിട്ടുണ്ടെന്ന്? നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നു. അതെന്താ എല്ലാരും മനസ്സിലാക്കാത്ത? കാണുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ. അല്ല, നീ ആരെങ്കിലും പറഞ്ഞോ അനുമോൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന്? ഞാൻ വീടിനകത്ത് എങ്ങനെയാലും പറഞ്ഞു. ഇല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു കോമ്പോ പിടിച്ച് പോവാം. കാരണം അത് അല്ല, ഞാൻ ചോദിക്കട്ടെ, വീടിനകത്ത് കയറിയപ്പോൾ നമ്മൾ ഭയങ്കര നല്ല ആദ്യത്തെ 2 ദിവസം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. 2-3 ദിവസം ഞാൻ കാരണം വെളിയിൽ നിന്ന് ഈ പെണ്ണെന്ത് എപ്പോഴും കരഞ്ഞു പറഞ്ഞു അനുമോൾ നേരത്തെ കാണുന്നേക്കാളും. അത് ഞാൻ എന്താ അനീഷ് ഒരു ദിവസം നീ എൻട്രി ചെയ്ത സമയത്ത് അനീഷ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, അനുമോൾ കാണാൻ മേക്കപ്പ് ഇട്ടുകൊണ്ട് മനസ്സിലാവുന്നില്ല, അത്ര സുന്ദരിയല്ലെന്ന് പറഞ്ഞു. ഞാനപ്പോൾ വിചാരിച്ചു അതിനൊരു കൗണ്ടർ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. അത് പറഞ്ഞത് അല്ലാതെ ആദ്യത്തെ 2-3 ദിവസം ഞാൻ വിചാരിച്ചു വെളിയിൽ നിന്ന് കളി കണ്ടുകയല്ലേ, എല്ലാവരും നമുക്ക് ടാർഗറ്റ് അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ 3 ദിവസം കഴിയുമ്പോൾ മനസ്സിലായി. 2 ദിവസം, 3-ാമത്തെ ദിവസം മനസ്സിലായി. എപ്പിസോഡ് കാണരുത്. ആകെ 3 ദിവസത്തെ എപ്പിസോഡ്, ആകെ 2 ആഴ്ച ഇരുന്നുള്ളൂ. അതിനകത്ത് 3 എപ്പിസോഡിൽ എന്റെ കയ്യിൽ അതൊന്നുമല്ല. എനിക്ക് ഫാൻസ് എന്റെ ഇളകി, അതാ പ്രശ്നമായി പോയത്. 2-3 ദിവസം കഴിയുമ്പോ ഫസ്റ്റ് ഡേ വന്നപ്പോ നല്ല കൂട്ടായിരുന്നില്ലേ? ഇല്ല നമ്മൾ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം നമ്മൾ കൂട്ടായത്. ആ 2 ദിവസം സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവളെന്തിങ്ങനെ മാറിയിരുന്ന് കരയുന്നു, ഇവള് തൊട്ട് പിടിച്ചാൽ കരയുന്ന എന്തിനാണ്. പിന്നെല്ലാം മനസ്സിലായി പാവല്ലേ പിന്നെ. ഓ അങ്ങനെയൊക്കെ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് നന്നത്. ഒന്ന് തിരിച്ചെടുത്ത് ഈ പോഷൻ മാത്രം കട്ട് ചെയ്ത ആൾക്കാർ എടുത്തിട്ട് എന്നിട്ട് എന്നെ അത് കഴിഞ്ഞ് വിശ്വാസം വന്നില്ല. അത് കഴിഞ്ഞ് മനസ്സിലായില്ല ഞാൻ നല്ല മനുഷ്യൻ. ആദ്യത്തെ 3 ദിവസം എനിക്ക് ആ വീട്ടിൽ ആരും വിശ്വസിക്കാൻ ഒക്കത്തില്ലല്ലോ, ഗെയിം കളിക്കാൻ വന്നത്. നീ എപ്പിസോഡ് കണ്ടിട്ടല്ലേ വന്നത്? അത് കണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർക്കെ നമുക്ക് ആരും വിശ്വസിക്കാൻ, അവളെല്ലാം ടാർഗറ്റ് എന്ന നിലയിൽ നീ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് ആരും വിശ്വാസമില്ല. എനിക്ക് ആരും വിശ്വാസമില്ലായിരുന്നു. ഇപ്പോഴും ആൾക്കാർക്ക് വിശ്വാസമില്ല ആരും നല്ലത് ആരും ചീത്ത അല്ല. പിന്നെ കേറി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ അത് തന്നെ എനിക്കിപ്പോ എക്സിറ്റ് ഇന്റർവ്യൂലും ചോദിച്ചു, അത് നിന്നെ ജെനുവിനായിട്ട് തോന്നി, ഭയങ്കര ജെനുവിനായിട്ട് തോന്നി, അതില ജെനുവിനായിട്ട് തോന്നി, അവരൊക്കെ എനിക്ക് ജെനുവിനായിട്ട് തോന്നി. അവരെ കാരണം നിനക്കറിയില്ല, അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, അത് വേറെ ആരുമില്ല. പക്ഷെ അത് നീ ഭയങ്കര ജെനുവിനായിരുന്നു. എനിക്ക് നിന്റെ അടുത്തും തോന്നി. പിന്നെയാണ് ഞാൻ അവിടെ നിന്നൊക്കെ അറിയുന്നത്. പിന്നെ ഇവ കുത്തിത്തിരിപ്പോ എല്ലാ വീഡിയോ ഇട്ടില്ല, വിശ്വസിക്കരുത് അനുമോളെ, ഇവരെ വിശ്വസിക്കരുത്. ഇറങ്ങിയ ശേഷം കുറെ പേര് പറഞ്ഞു ഞാൻ നിന്നെ പറ്റി പറയുമല്ലോ, എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ തോന്നുന്നത് പ്രവീണിനെ. അപ്പൊ കുറെ പേര് പറയില്ലേ പ്രവീണിനെ വിശ്വസിക്കില്ല. ആദ്യത്തെ 3 ദിവസത്തെ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഇനി അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് അങ്ങനെ പറഞ്ഞു. പിന്നെ ലവ് ട്രാക്ക് പിടിക്കുന്നൊക്കെ നിന്നൊക്കെ അല്ലത് നിന്നെ ആര് പിടിക്കാൻ? എനിക്കിവിടെ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം